സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. കേരള തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിയന്ത്രണം. നിയന്ത്രണങ്ങൾ ഉറപ്പാക്കാനും തീരദേശത്തെ ക്രമസമാധാന പാലനത്തിനായും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. യോഗത്തിൽ ജനപ്രതിനിധികൾ, ഹാർബർ ഫിഷറീസ് ഉദ്യോഗസ്ഥർ, വിസിൽ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. അരുൺ സോളമനോട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അരുൺ. അപ്പോൾ ഇനി തീരത്ത് വറുതിക്കാലമാണ്. ഈ നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഒപ്പം യോഗത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സുധീഷ് കാസ്, ഗുഡ് മോർണിംഗ്. ഇത്തവണത്തെ ട്രോളിംഗ് കാലം ഇന്നലെ ആണ് ആരംഭിച്ചത്. ജൂലൈ 31 വരെ അർദ്ധരാത്രി വരെ ഇത് നീണ്ടു നിൽക്കും. നീണ്ട 52 ദിവസമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്നത്. ഇതിലേറെ നിർണായകമാകുന്നത് ഈ 3 മാസം, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ എല്ലാ കാലത്തും സമാശ്വാസ പദ്ധതി പ്രകാരം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സാമ്പത്തിക സഹായം നൽകാറുണ്ട്. 1500 രൂപ വീതമാണ് പ്രതിമാസം നൽകുന്നത്. അപ്പോൾ അത് ഇനി എത്രയും വേഗം സർക്കാർ നടപ്പിലാക്കി നൽകേണ്ടതുണ്ട്. മറ്റൊന്ന് സൗജന്യ റേഷനാണ്. പക്ഷെ അത് സംബന്ധിച്ച് ഇതുവരെയും ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഫയലുകൾ ഭക്ഷ്യവകുപ്പിന്റെ ടേബിളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സൗജന്യ റേഷൻ എത്രയും വേഗം അവർക്ക് എത്തിക്കണം. കാരണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ 2.25 ലക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത് ബാധിക്കുന്നത്. അത് തന്നെ തദ്ദേശീയരെ മാത്രമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവർ ഇവിടെ നിന്നും ഇതിനോടകം തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആ തീരപ്രദേശത്തെ ക്രമസമാധാന പരിപാലനത്തിനടക്കമുള്ള നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ മെയ് 15 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലാ കളക്ടർമാർ ഇതിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാണ്. ഈ തീരപ്രദേശങ്ങളൊക്കെയും വറുതിയുടെ കാലമായി മാറുന്ന ഒരു കാലത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവർക്ക് ലഭിക്കേണ്ടുന്ന സൗജന്യ റേഷൻ, അതുപോലെ തന്നെ ഈ സമാശ്വാസ പദ്ധതി പ്രകാരം അവർക്ക് ലഭിക്കേണ്ടുന്ന തുക അത് ലഭിച്ചേ മതിയാകുന്നതാണ്. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഈ നേരത്തെ തന്നെ വേനൽ മഴ അടക്കമുള്ളവ വന്നപ്പോൾ തന്നെ ഇവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിമാസം 10,000 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. വിവിധ തൊഴിലാളി സംഘടനകൾ ഈ 10,000 രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് ഈ മുതലപ്പുഴ മത്സ്യത്തൊഴിലാളി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അനക്സ് 2-ൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. അതിൽ ബിസിലിന്റെയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കുചേരും. നീണ്ട കാലമായി ഈ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല യോഗങ്ങളും ചേർന്നിട്ടുണ്ട്. ഇതിൽ DPR അടക്കമുള്ളവ സംസ്ഥാന സർക്കാർ ഇതുവരെയും പുറത്തുവിടാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ മുതലപ്പുഴയിൽ നടന്നുവരുന്ന പദ്ധതി മൺസൂൺ കാലം അടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ 3 മാസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ആശങ്കകൾ അടക്കമുള്ളവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതിനോടൊപ്പം തന്നെ ഈ ട്രോളിംഗ് കാലത്തെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ടുന്ന റേഷനും സൗജന്യമായി നൽകേണ്ടുന്ന റേഷനും അതുപോലെ തന്നെ സാമ്പത്തിക പാക്കേജ് അടക്കമുള്ളവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രുതി, സംസ്ഥാനത്ത് 52 ദിവസം നിലനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിരിക്കുകയാണ്. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിയന്ത്രണം. വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്.